ഹലോ, ഞാൻ ലിപിൻ. അപ്പോൾ ഞാൻ നോർമലൂരിൻ്റെ പടം മറ്റേ ബാഡ് ബോയ്സ് പടം കണ്ടിട്ട് വന്നിരിക്കുന്നതാണ്. അത് ബാഡ് ബോയ്സ് പടം എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു കോമഡി മാസ് എൻ്റർടൈനർ അങ്ങനെ വേണം പറയാം. അതായത് റഹ്മാൻ്റെ നല്ലൊരു കംബാക്ക്. റഹ്മാൻ ഇതൊരു പടത്തിൽ ത്രൂ ഔട്ട് റഹ്മാൻ മിന്നിച്ചിട്ടുണ്ട്, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് എൻഗേജിങ് ആണ് ഫുള്ളും പടം. അതായത് ഒരു തരി ലാഗ് എനിക്ക് തോന്നിയില്ല പടത്തിൽ. ആ പടത്തിൻ്റെ ടൈറ്റിൽ കാർഡ് എഴുതി കാട്ടുമ്പോൾ തന്നെ ഒരു പാട്ടുണ്ട്. ആ പാട്ട് ആ സൗണ്ടിലൊക്കെ നല്ലൊരു തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് പടം കണ്ടതിൻ്റെ തൃപ്തി കിട്ടും. പിന്നെ പടം അങ്ങോട്ട് അതായത് എങ്ങനെ പറയുക, ഇപ്പോൾ ഒരു ഗുണ്ടാസംഘവും കാര്യങ്ങളൊക്കെയാണ്. അത് കൂടുതൽ ഞാൻ പറയില്ല, അത് പടം കണ്ട് മനസ്സിലാക്കുന്നതാണ് അതിൻ്റെ ഗുമ്മ്. അങ്ങനെയാണ് പറയുന്നത്. പിന്നെ ഇതിൽ ഭയങ്കര കാസ്റ്റിംഗ് ഉണ്ട് കേട്ടോ. അതായത് റഹ്മാനെ കൂടാണ്ട് ഇതിൽ ഒരുപാട് പേരുണ്ട്. ഞാൻ പ്രത്യേകിച്ച് എല്ലാവരും പേരെടുത്ത് പറയില്ല. അതായത് എങ്ങനെ പറയും, ഇപ്പോൾ പേര് ഞാൻ പറയില്ല. അതായത് റഹ്മാൻ, ആൻസൺ, പിന്നെ മറ്റേ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, പിന്നെ മറ്റേ സെന്തിൽ, മറ്റേ ചാലക്കുടിക്കാരൻ ചങ്ങാതിൽ. അപ്പോൾ ഇവർ 4 പേരാണ് അതിൽ നായകന്മാരുടെ റോളിൽ തിളങ്ങുന്നത്. അതിൽ പിന്നെ വില്ലനൊക്കെ ആയിട്ട് അതായത് കാസ്റ്റിംഗ് ഇതിൻ്റെ പെർഫെക്റ്റ് കാസ്റ്റിംഗ് കേട്ടോ. കാരണം ഇതിൽ ലാസ്റ്റ് 2 വില്ലന്മാർ വന്നിട്ടുണ്ട്. അവന്മാരൊക്കെ അതൊരു പുതുമുഖങ്ങളായിട്ട് എനിക്ക് പുതുമുഖങ്ങൾ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അവർ നല്ല രീതിയിൽ അവരുടെ ഒരു വില്ലനീസം കാട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ക്ലൈമാക്സൊക്കെ ഇപ്പോൾ ഈ LCU ഇല്ലേ, ലോകേഷ് കനകരാജിൻ്റെ പടങ്ങൾ, അതേപോലെ ഒരു ഡ്രഗ് ഫ്രീ സൊസൈറ്റി അങ്ങനെയൊക്കെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അതൊക്കെ ലാഗ് തോന്നിയില്ല, ഇതൊക്കെ രസമായിട്ട് തോന്നി. എന്തായാലും പടം ഉഷാറ് പടമാണ്. ഞാനിപ്പോൾ ഈ ഓണത്തിനിപ്പോൾ ഇന്നും ഇന്നലെ കേട്ട് ഒരു 5 പടങ്ങൾ റിലീസായിട്ടുണ്ട്. ഇന്നലെ മറ്റേ കിഷ്കിന്ദകാന്ഡം, അതേപോലെ തന്നെ ARM, പിന്നെ ഇന്ന് ബാഡ് ബോയ്സ്, കൊണ്ടൽ, പിന്നെ ഗ്യാങ്സ് ഓഫ് സുകുമാരകുറുപ്പ്. അപ്പോൾ ഇത് 5ഉം കാണണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ 5ഉം കാണാൻ പറ്റില്ല. കാരണം കൊണ്ടൽ പടത്തിനെ കുറിച്ച് കണ്ടവർ പറഞ്ഞത് പടം കൊള്ളില്ല അങ്ങനെയാണ്. പക്ഷെ ഞാനങ്ങനെ വേറൊരാളുടെ വാക്ക് കേട്ട് പടം കാണാണ്ടിരിക്കില്ല. ചിലപ്പോൾ കാണും, കണ്ടിട്ട് തന്നെ ബാക്കിയുള്ളത് പറയാം, അതിൻ്റെയൊക്കെ കൊടുക്കും. എന്തായാലും ബാഡ് ബോയ്സ് പടം ഉഷാറ് പടമാണ്, കൊള്ളാം.